അചലപ്രതിമാധരായാം. അചലം പോലെ എന്ന് പറഞ്ഞാൽ ഭീമാകാരമായ ഒരു പർവ്വതത്തെ പോലെ അത്രയും വലുതായ ഒരു കറുത്ത നിഴൽ ആകാശത്തെ മുഴുവൻ വ്യാപിച്ചുകൊണ്ട് താഴേക്ക് വരുന്നത് ഞാൻ കണ്ടു. ആകാശത്തിൽ നിന്ന് ഒരു കൂറ്റൻ കരിനിഴൽ. ഇത് എന്ത് പണ്ടാരമാണെന്ന് പോലും മനസ്സിലായില്ല. പെട്ടെന്ന് ദിക്കുകളൊക്കെ അന്ധകാരം കൊണ്ട് നിറഞ്ഞു. ആകാശത്തിൽ നിന്ന് ഒരു കറുത്ത നിഴൽ താഴേക്ക്. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ അത് അത്ര കണ്ട് വിശാലമായിരുന്നു, വ്യാപകമായിരുന്നു. വലിയൊരു കൂറ്റൻ സാധനം. പശ്യാമിയാവത് അജലപ്രതിമാധരായാം ഛായാളിജാലമലിന. അളിജാലം എന്ന് പറഞ്ഞാൽ വണ്ടുകളുടെ കൂട്ടം. വണ്ട് എന്ന് പറയുമ്പോൾ നല്ല കറുത്ത വണ്ട്, കരിവണ്ട് എന്നാണല്ലോ പറയുന്നത്. ഈ കരിവണ്ടിൻ്റെ കൂട്ടം പോലെയുള്ള കറുത്ത നിറത്തോടു കൂടിയ ഒരു ഛായ, ഒരു നിഴൽ, ഭയാനകമായ ഒരു നിഴൽ ആകാശത്തിങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് ഞാൻ കണ്ടു. പരിഭ്രമീതി, പരിഭ്രമിക്കുക. നമ്മൾ പറയാം അയാൾ വല്ലാതെ പരിഭ്രമിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സ് ചുഴലുക എന്നാണ്. ചുഴലുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഭ്രമിക്കുക. ഭൂഭ്രമണം, ചന്ദ്രൻ്റെ ഭ്രമണം, ഭ്രമം തന്നെയാണ് ഭ്രമണം. ഞാൻ ഭ്രമിച്ചു പോയെന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാകാതെ മനസ്സിങ്ങനെ ചുഴലാൻ തുടങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വലിയ നിഴൽ ആകാശത്തെ ഇങ്ങനെ ചുഴലുന്നതായി ഞാൻ കണ്ടു. അത് എന്തിൻ്റെ നിഴലാണ് എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. തസ്മിൻ ജഗതി നിവസത മയ. ഞാനൊരു മനോമയമായ ലോകത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ ജഗത്തിൽ ജീവിക്കുന്ന എന്നാൽ ഹൃദയസ്ഥം സ്വാഭിലഷിതമർത്ഥം, ഞാൻ മനസ്സിൽ എന്ത് അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചുവോ അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഈ യാത്ര തുടർന്നത്. ആ യാത്രയ്ക്കിടയ്ക്ക് ഇദ്ദേഹം ഉറങ്ങുകയും ചെയ്തു. ഇടയ്ക്ക് പറഞ്ഞല്ലോ ഈ വിഭജിത്ത് ഉറങ്ങിപ്പോയി, മോളിൽ നിന്ന് എങ്ങാണ്ട് താഴെ വീണപ്പോൾ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ വേറൊരു സ്വപ്നം കണ്ടു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ അതിന് മുമ്പിലത്തെ ദിവസമോ വായിച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു ഭ്രമമാണെന്ന് പറയാൻ വേണ്ടിയാണ്. സ്വപ്നത്തിനകത്ത് നമ്മൾ സ്വപ്നം കാണും. ചിലപ്പോൾ സ്വപ്നത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്വപ്നം പ്രത്യക്ഷപ്പെടും. ആ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണർന്നിട്ട് സ്വപ്നത്തിനകത്ത് വരും. സ്വപ്നത്തിലേക്ക് കടന്നിട്ട് ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് സ്വപ്നത്തിൽ വരും. ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാലേ നമുക്ക് ജാഗ്രത അവസ്ഥയിലേക്ക് വരാൻ പറ്റും. ഇങ്ങനെ ഉള്ളിലേക്ക് എത്ര സ്വപ്നം വേണമെങ്കിലും ഒരാൾക്ക് കാണാവുന്നതാണ്. വട്ടായി പോകും അവസാനം. അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? എത്ര സ്വപ്നം, ഇപ്പം ഞാൻ കാണുന്നത് സ്വപ്നമാണോ ജാഗ്രതാണോ? ഈ സ്വപ്നത്തിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ സ്വപ്നത്തിനകത്ത് സ്വപ്നമാണോ ജാഗ്രതാണോ എന്ന സംശയം ഉണ്ടാവാറില്ല. പക്ഷേ പരമ്പരകളായി സ്വപ്നം കാണാൻ എന്ന് പറഞ്ഞാൽ സീരിയൽ പോലെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഈ സ്വപ്നം കാണുമ്പോൾ ഓരോ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ സ്വപ്നം കാണുകയാണോ അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞോ എന്ന് പോലും തീരുമാനിക്കാൻ പറ്റാതെ ഇരിക്കും. അപ്പോഴാണ് വട്ട് പിടിക്കുന്നത്. ഭ്രാന്തിൻ്റെ തുടക്കം അങ്ങനെയാണ്. ജാഗ്രത ഏത് സ്വപ്നമേത് തീരുമാനിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇല്ലാത്ത പലതും ഉള്ളതുപോലെ തോന്നും. അങ്ങനെയാണല്ലോ നമ്മൾ ഭ്രാന്തന്മാരെ തിരിച്ചറിയുന്നത്. നമുക്ക് കാണാൻ പറ്റാത്ത പലതും അവർക്ക് കാണും. നമ്മൾ കാണുന്ന പലതും അവർ കാണില്ല. പണ്ട് ജഗതിയുടെ ഒരു തമാശ കേട്ടിട്ടില്ലേ? ജഗതി മൂക്കിൽ പഞ്ഞിയും പ്ലാസ്റ്ററും ഒക്കെ വെച്ച് കെട്ടിക്കൊണ്ടിങ്ങനെ വരും. അപ്പോൾ വേറെ ചേട്ടാ ഇതെന്തു പറ്റി മൂക്കിന്? ഒന്നും പറയണ്ട ഇനിയാ. ലോണ്ടെ തിരുവനന്തപുരം ഭാഷയാണ്. ദേണ്ടെ എന്ന് പറയും, ദാണ്ടെ എന്ന് പറയും. ഈ ലോണ്ടെ എന്നുള്ളത് തിരുവനന്തപുരംകാരുടെ ഭാഷയാണ്. ലോണ്ടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കണം നീ കണ്ടാന്ന്. ആ കണ്ടു, ഞാൻ കണ്ടില്ല, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റ് ഇരിക്കുന്നത് കാണാതെ അതിൽ ചെന്ന് ഇടിച്ചു. അങ്ങനെയാണ് മൂക്ക് മുറിഞ്ഞത്. അപ്പോൾ ഒരുത്തൻ കാണുന്നത് വേറൊരുത്തൻ കാണുന്നില്ല. അപ്പോഴാണ് നമ്മൾ ധാരാളം ആളുകൾ കാണുന്നത് ശരിയായ കാഴ്ച എന്നാണ് നമ്മുടെ തീരുമാനം. ഇതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. കാരണം ഉള്ളതെല്ലാം ഭ്രാന്തന്മാരാണെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വട്ടുപിടിച്ചാൽ
എല്ലാവരും ഒരേ കാഴ്ചയല്ലേ കാണത്തുള്ളൂ. അതുകൊണ്ട് മാത്രം അവർ ഭ്രാന്തന്മാരല്ലാതാകുമോ? അപ്പോൾ ഈ ജനാധിപത്യം എന്നുള്ളത് എല്ലാ സ്ഥലങ്ങളിലും പ്രയോഗിക്കരുത്. വോട്ടിട്ട് കാര്യങ്ങളെ തീരുമാനിക്കുന്നത് അത് ജനാധിപത്യത്തിൽ മാത്രമാണ്. തിരഞ്ഞെടുപ്പ് വരുമ്പം മാത്രം മതി ആ പ്രിൻസിപ്പിൾ. അല്ലാത്തതിൽ ബുദ്ധി, വിവേകത്തെ വിനിയോഗിച്ച് വേണം ഒന്നിനെ സത്യമെന്നോ മിഥ്യയെന്നോ തീരുമാനിക്കേണ്ടത്. ഞാൻ കാണുന്നുണ്ടല്ലോ, വേറൊരാളും അതുപോലെ തന്നെ കാണുന്നുണ്ടല്ലോ. അമേരിക്കക്കാരനും ജപ്പാൻകാരനും എല്ലാവരും ഈ ലോകത്തെ സത്യമാണെന്നാണല്ലോ വരുന്നത്. എല്ലാവർക്കും ഒരേ തരം വട്ടാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്നല്ലേ കാണൂ? 10 പേരുണ്ട്, 10 പേർക്കും മഞ്ഞപ്പിത്തം. അവർ കാണുന്നതെല്ലാം മഞ്ഞയായിട്ടാണ് കാണുന്നത്. 90 പേര് അപ്പുറത്തുണ്ട്, അവർക്ക്, അല്ലെങ്കിൽ 90 പേർക്ക് മഞ്ഞപ്പിത്തം എന്ന് വെച്ചോളൂ. 90 മഞ്ഞപ്പിത്തം ബാധിച്ച രോഗികൾ ലോകത്തെ കാണുമ്പോൾ എല്ലാം മഞ്ഞയായിട്ട് കാണുന്നു. 10 പേർക്ക് മഞ്ഞപ്പിത്തം എന്നുള്ള രോഗം ബാധിച്ചിട്ടില്ല. ആ 10 പേര് പറയുന്നു ഈ ലോകം മഞ്ഞയല്ല, ഇതിന് നിറമൊന്നുമില്ല, മഞ്ഞയായിട്ട് കാണുന്നത് നിങ്ങളുടെ ഭ്രമമാണ് എന്ന് പറഞ്ഞാൽ ഈ 90 പേര് എങ്ങനെയാണോ സമ്മതിക്കാതിരിക്കുന്നത്? അതുപോലെ തന്നെയാണ് എണ്ണാവുന്ന ഏതാനും ജ്ഞാനികളുടെ വാക്കുകളെ ഭൂരിപക്ഷമായ മണ്ടന്മാർ നിരർത്ഥകം, അസംബന്ധം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. എത്ര പേര് പറയുന്നു എന്നുള്ളതല്ല, ബുദ്ധി തെളിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. തെളിഞ്ഞ ബുദ്ധിയുള്ളവർ ഒരേ അഭിപ്രായക്കാരാണ്, ഭ്രാന്തന്മാരും ഒരേ അഭിപ്രായക്കാരാണ്. ഭ്രാന്തന്മാരുടെ എണ്ണമാണ് എപ്പോഴും ലോകത്തിൽ കൂടുതൽ, എന്നും അവർക്കാണ് ഭൂരിപക്ഷം. ഇപ്പോൾ ആര് പറയുന്നത് കേൾക്കണം? നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടു തന്നിരിക്കുന്നു. പന്ത് നിങ്ങളുടെ കോർട്ടിലാണ്. ദി ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. വസിഷ്ഠ മഹർഷി പറയുന്നത് ഞാൻ വിശ്വസിക്കണോ? ആധുനിക ശാസ്ത്രജ്ഞൻ പറയുന്നത് വിശ്വസിക്കണോ? അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വിശ്വസിക്കണോ? ഋഷികളുടെ എണ്ണം വളരെ കുറവാണ്, ആധുനിക ശാസ്ത്രജ്ഞന്മാർ എണ്ണത്തിൽ കൂടുതലാണ്. ഇപ്പോൾ ഈ ഭൂരിപക്ഷം പറയുന്നത് കേൾക്കണോ? ന്യൂനപക്ഷമായ ഋഷിമാർ പറയുന്നത് കേൾക്കണോ? നിങ്ങൾക്ക് ദൈവം വിവേകം, ബുദ്ധി ഇതൊക്കെ തന്നിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ വിവേകികളാണ് എന്നാണല്ലോ നമ്മുടെ വിചാരം, അല്ലേ? അവിവേകികളല്ല. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, ഒരുവിധം തരക്കേടില്ലാത്ത തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് കഴിവുണ്ട്. അങ്ങനെ നമ്മുടെ കഴിവിൽ നാം വിശ്വസിക്കുന്ന നാം നമ്മുടെ വിവേകത്തെ വിനിയോഗിച്ച് ഏത് സിദ്ധാന്തം നമ്മുടെ കയ്യിൽ കിട്ടിയാലും അതിനെ വിവേകമാകുന്ന ചാണക്കല്ലിൽ ഉരച്ചു നോക്കി അതിൻ്റെ മാറ്റ് തീരുമാനിച്ചിട്ട് വേണം ഉൾക്കൊള്ളാനോ ത്യജിക്കാനോ. നല്ലതാണെങ്കിൽ ഉൾക്കൊണ്ടോളൂ, കൊള്ളരുതാത്താണെങ്കിൽ ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ കറുത്ത ഒരു നിഴൽ ആകാശത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, അതായത് ചുഴലുന്ന ഒരു നിഴലാണ്, കറങ്ങുന്ന നിഴൽ, അതിനെയാണ് ഞാൻ കണ്ടത്. തസ്മിൻ ജഗതി നിവസത മയാ ഹൃദയസ്ഥം സ്വാഭിലഷിതമർത്ഥം ദിഗന്തേഷു അന്വേഷ്ടം. എൻ്റെ മനസ്സിൽ അവിദ്യയുടെ അന്തം കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അതിനു വേണ്ടി ഞാൻ ദിഗന്തങ്ങളിൽ അലഞ്ഞു തിരിയാൻ തുടങ്ങി. ദിഗന്തങ്ങളിലാണ് ദൃശ്യത്തിൻ്റെ അന്തം കാണാൻ ഞാൻ ശ്രമിച്ചത്. കകുഭാം മുഖേഷു അക്ഷിനിഹിതം. കാഴ്ച കാണണമെങ്കിൽ കണ്ണ് വേണം. അതുകൊണ്ട് ഞാൻ അനന്തമായ ആകാശത്തിൽ എൻ്റെ ദൃഷ്ടി പതിപ്പിച്ചു. അപ്പോഴാണ് ഒരു കരിനിഴൽ ആകാശത്തിൽ ചുറ്റിത്തിരിയുന്നതായിട്ട് കണ്ടത്, കറങ്ങുന്നതായിട്ട് കണ്ടത്. പ്രേരിതമിതി യാവത് തേഷു യാവത് കൗതുകം പശ്യാമി. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു കൗതുകം തോന്നി. ഒരു കറുത്ത നിഴൽ ഇങ്ങനെ ആകാശത്തിൽ കറങ്ങി, എന്തിൻ്റെ നിഴലാണ് എന്നൊക്കെ അറിയാനൊരു ആഗ്രഹം തോന്നി. യാവത് കൗതുകം പശ്യാമി. അങ്ങനെ കൗതുകത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മാറിമറിഞ്ഞു. ആ നിഴൽ അതിവേഗത്തിൽ താഴേക്ക് പതിക്കാൻ തുടങ്ങി. നിഴൽ മുകളിൽ ഇരുന്ന് കറങ്ങുമ്പോൾ ഇവിടെ ഇരുന്ന് കാണാൻ നല്ല രസമാണ്. പക്ഷേ ആ നിഴൽ താഴേക്ക് വരുമ്പോൾ ഉള്ളിൽ വല്ലാത്ത ഒരു ഭയം, അകാരണമായ ഒരു ഭയം. കാരണം ഇത് എന്ത് പണ്ടാരമാണെന്ന് അറിയത്തില്ലല്ലോ. ഇതെങ്ങാനും നമ്മുടെ തലയിൽ കൂടെ വന്ന് വീണ് നമ്മുടെ കഥ കഴിഞ്ഞാലോ എന്ന ഒരു ഭയം. അപ്പം ആദ്യം കൗതുകത്തോടു കൂടി ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ
താവദ്ധരായാം അളിജാല മലിന അജലപ്രതിമ മഹതീ ഛായ ബംഭ്രമീതി ഭൃശം ഭ്രമതി. അങ്ങനെ ദൃഷ്ടി പതിപ്പിച്ചപ്പോഴാണ് കറുത്ത വർണ്ണത്തിലുള്ള നല്ല കറുകറുത്ത ഒരു നിഴൽ, പർവ്വതം പോലെയുള്ള ഒരു കൂറ്റൻ നിഴൽ ആകാശത്തിൽ കറങ്ങുന്നത് ഞാൻ കണ്ടത്. അത് എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ആശ്ചര്യമാത്രമുചിതം കിമിദം നിമേഷാത് ഇത്യക്ഷിവൈ ജഗതി യാവദഹം ത്യജാമി ഖാത്താവദ്രിമതുലം പുരുഷാകൃതിം ദ്രാക് ആവർത്തവൃത്തിഭിരപശ്യമഹം പതന്തം. ആശ്ചര്യമാത്രമുചിതം, ആകാശത്തിൽ പെട്ടെന്ന് ഒരു കരിനിഴൽ ഇങ്ങനെ ചുഴലുന്നത് കണ്ടാൽ ആർക്കാണ് ആശ്ചര്യം ഉണ്ടാകാത്തത്? അപ്പോൾ ആശ്ചര്യം കലർന്ന ഒരു കൗതുകം. കിമിതം, ഇതെന്താണ് എന്ന് ഞാൻ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ക്ഷണനേരത്തിനുള്ളിൽ നിമേഷാത്, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇത്യക്ഷിവൈ ജഗതി യാവദഹം ത്യജാമി, ഞാൻ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ഈ നിഴലിനെ കണ്ടു. അതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഖാത് താവത് അദ്രിമതുലം പുരുഷാകൃതി, ആകാശത്തിൽ നിന്ന് ഒരു കൂറ്റൻ പർവ്വതത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു മനുഷ്യ ശരീരം, അതാണ് മഹാശവം എന്ന് ഈ സർഗത്തിൽ പറയുന്നത്. പുരുഷാകൃതി, ഏതോ മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ ആകൃതിയല്ല, ഒരു മനുഷ്യൻ്റെ ആകൃതി, കൈയും കാലും ഒക്കെ മനുഷ്യരുടേതുപോലുള്ള ഒരു പുരുഷാകാരത്തോടു കൂടിയ ഒരു നിഴൽ, ദ്രാഗ്, പെട്ടെന്ന് തന്നെ ആവർത്തവൃത്തിഭിരപശ്യമഹം പതന്തം, അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടാണ് താഴേക്ക് വന്നത്. അതായത് ഇങ്ങനെ ചുഴന്നുകൊണ്ട് അത് ഭൂമിയെ ലക്ഷ്യമാക്കി പതിച്ചു. അതിനെ ഞാൻ കണ്ടു. തതഃ അതിമഹത്വാത് ആശ്ചര്യമാത്രമിതം ഛായാകാരം, വളരെ ഭീമാകാരമാണ്, ആകൃതിയിൽ വളരെ വലിപ്പമുള്ളതാണ്, ആശ്ചര്യം ജനിപ്പിക്കുന്നതാണ്. പക്ഷേ നിഴലാണ്, ഒരു വസ്തുവാണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു നിഴൽ, ഛായാകാരം കിമുചിതം, ഇതെങ്ങനെ പെട്ടെന്നൊരു നിഴൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിമർശന് ഞാൻ ബുദ്ധി കൊണ്ടിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യാവദക്ഷി ജഗതി ഊർധ്വഭാഗേ ത്യജാമി, ഞാൻ അങ്ങനെ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കവേ തന്നെ താവത് അദ്രീണാം മാനം പരിമാണം, ഒരു വലിയ പർവ്വതത്തിൻ്റെ അത്രയും വലിപ്പമുള്ള എന്ന് പറഞ്ഞാൽ ഭീമാകാരമായ പരിമാണം, അദ്രിമാ സാ തുലായസ്യ, പർവ്വതത്തോട് ഉപമിക്കാൻ പറ്റുന്ന ആകൃതിയുള്ള ആ നിഴൽ ഖാദാവർത്തവൃത്തിഭിഹി പതന്തം പുരുഷാകൃതിമഹം ദ്രാഗപശ്യം, അത് അതിവേഗം താഴോട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് അത് മനുഷ്യ ശരീരത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു രൂപമാണ് ആ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് എന്ന് എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. കസ്യാദയം ഗിരിഗുരു പുരുഷോ വിരാഡ്വാ പര്യസ്തപർവതവദാശുപതശരീരഃ ആകാശപൂരകവപുഃ പരമാംബരോപി യോനൈവ ഭാതി പിഹിതാഖിലവാസരശ്രീഃ. കസ്യാദയം, ഇതെന്തായിരിക്കും? ഒരു സാധനം താഴേക്ക് വരുന്നുണ്ട്. നിഴലാണെങ്കിൽ നിഴലിങ്ങനെ താഴേക്ക് ഇറങ്ങി വരത്തില്ലല്ലോ. നിഴലാണെങ്കിൽ അതൊരു സ്ഥലത്ത്, നിഴലിനും നമുക്കും ഇടയ്ക്കുള്ള ദൂരം സാധാരണ വർദ്ധിക്കാറില്ല. നമ്മൾ ചലിച്ചാൽ, നമ്മൾ അകന്നു പോയാൽ ആ ഇടവേളി വർദ്ധിക്കും. നമ്മൾ നിഴലിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അകലം കുറയും. നമ്മൾ സ്ഥിരമായി ഒരു സ്ഥലത്ത് നിൽക്കവേ തന്നെ നിഴൽ ചലിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഭയം തോന്നും. ആരായാലും ഭയന്നു പോകും. അത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കൂറ്റൻ നിഴൽ. അപ്പോൾ ഇത് എന്താണ്? പർവ്വതത്തെ പോലെ വലിപ്പമുള്ള ഈ നിഴൽ എന്താണ്? ഇത് വിരാട് പുരുഷനാണോ? വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ
പ്രപഞ്ചം തൻ്റെ ശരീരമായിട്ടുള്ള ഈശ്വരനെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. വിരാട് പുരുഷൻ്റെ അംഗങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ. ഇനി അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു വിരാട് പുരുഷൻ മുകളിൽ നിന്ന് താഴേക്ക് വരികയാണോ? ഇനി അതല്ല, പര്യസ്ത പർവ്വതവദാശു പദശരീര. പര്യസ്ത പർവ്വതം എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതം നിലതെറ്റി താഴേക്ക് മറിയുന്നത് പോലെ, ഒരു മരം വെട്ടിയിട്ട് അത് താഴെ വീഴും, അതുപോലെ ഒരു പർവ്വതം ചരിഞ്ഞ് താഴെ വീഴുക എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമായിരിക്കും. ഉരുൾ പൊട്ടിയാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നത്. ഇത് പർവ്വതം മൊത്തമായി താഴത്തേക്ക് ചരിഞ്ഞാൽ എങ്ങനെയോ അതുപോലെ. പര്യസ്ത പർവ്വതവദാശു പദശരീര. പക്ഷേ അതൊരു മനുഷ്യ ശരീരമാണ്, മനുഷ്യ ശരീരത്തിൻ്റെ ആകൃതിയിലുള്ള ഒന്നാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് താഴേക്ക് വന്നു. ആകാശപൂരകവപുഹു, അത് ആകാശത്തെ മുഴുവൻ ആവരണം ചെയ്തുകൊണ്ടാണ് താഴേക്ക് വന്നത്. അതായത് ഇതിനെ നോക്കിക്കഴിയുമ്പോൾ ആകാശം കാണുവാനില്ല, ആകാശമൊക്കെ മറഞ്ഞുപോയി. അനന്തമായി മുകളിൽ നാം അനുഭവിക്കുന്ന ആകാശമുണ്ടല്ലോ, ഭൂമിയിൽ നിന്ന് അനുഭവിക്കുന്ന ആ ആകാശം ആകാശത്തെ മൊത്തത്തിൽ മറച്ചുകൊണ്ട് ആകാശം മുഴുവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ശരീരമായിരുന്നു ആ നിഴലിന്. പരമാംബരോപി, അനന്തമായ ആകാശം, ശൂന്യാകാശം എന്നൊക്കെ കവികൾ, മനുഷ്യർ വാഴ്ത്തിപ്പാടുന്ന ആ ആകാശം പോലും മറഞ്ഞുപോയി. യോനൈവ ഭാതി വിഹിതാഖില വാസരശ്രീ. പകലിലാണിത് കണ്ടത്. പെട്ടെന്ന് ദിക്കുകളെല്ലാം ഇരുണ്ടു, ഭൂമിയിൽ മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. പകലിൽ രാത്രി പോലെയുള്ള ഒരനുഭവം ഉണ്ടായി. ഒന്നും കാണാൻ പറ്റിയില്ല. എല്ലാ സ്ഥലത്തും ഇരുൾ വ്യാപിച്ചു. ആകാശം പോലും ആ ഇരുളിൽ മറഞ്ഞുപോയി. ഗിരിരിവ ഗുരുഹു ആകാശപൂരക ബഭു. പർവ്വതത്തെപ്പോലെ മഹത്തായ ആകാശം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ശരീരമാണ് മുകളിൽ നിന്ന് താഴേക്ക് വന്നത്. പദശരീരഃ അയം പുരുഷഃ. ഇതാരായിരിക്കും? ഇത്രയും ഭീമാകാരമായ ശരീരം ദേവന്മാർക്കോ യക്ഷന്മാർക്കോ ഭൂതപ്രേതാദികൾക്കോ രാക്ഷസന്മാർക്കോ ഒന്നും ഇത്രയും ഭീമാകാരമായ ശരീരം ഉണ്ടാവാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ആരുടെ ശരീരമായിരിക്കും? അപ്പോൾ ഇങ്ങനെ ഓരോന്ന് സങ്കല്പിക്കുകയാണ്. ആര്? വിവശിത്ത്. കഹ ബ്രഹ്മാവാസ്യാത്. ബ്രഹ്മദേവനാണോ? സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ബ്രഹ്മലോകത്തിൽ നിന്ന് ഭൂമിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നതാണോ? വിരാട് ബ്രഹ്മാണ്ഡ ശരീരോവ. ബ്രഹ്മാണ്ഡം ശരീരമായിട്ടുള്ള വിരാട് പുരുഷനാണോ? ബ്രഹ്മാണ്ഡ ശരീരോപാസ്യാദിതി വിതർക്കെ. എന്താണെന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. ഇത് എന്തായിരിക്കും? എന്തിൻ്റെ ആയിരിക്കും ഈ നിഴൽ? യേന പരമാംബരോപി യഃ പ്രസിദ്ധഃ സൂര്യഃ പിഹിതാഖില വാസരശ്രീഹി സന്ന് നൈവഭാതി. ആകാശം പോലും മറഞ്ഞുപോയി, സൂര്യമണ്ഡലം പോലും മറയ്ക്കപ്പെട്ടു. അങ്ങനെയുള്ള ഈ നിഴൽ എന്തായിരിക്കും എന്ന് ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു. ഉള്ളിൽ ഭയം വർദ്ധിച്ച് വരികയും ചെയ്തു. കാരണം ഇതിങ്ങനെ താഴോട്ട് വരുമ്പോഴേ ഇത് എന്താണ് സാധനം എന്നുള്ളത് ഒരു വല്ലാത്ത അകാരണമായ ഭയവും എന്നെ ഗ്രസിച്ചു. ഏവം വിധാം ഹൃദി മനാ കലയാമി യാവത് താവത് പപാത സഹസാ നഭസോ വിവസ്വാൻ കൽപ്പാന്തവാദ പരിവൃത്ത പിതാമഹാണ്ഡ പൃഷ്ഠാവവാദ ഘനഘോഷ ജുഷാജവേന. ഏവം വിധാം ഹൃദി മനാ കലയാമി. അതാണോ ഇതാണോ എന്ന് സംശയിക്കുക. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉത്പ്രേക്ഷാക്യ അലങ്കൃതി. ഉത്പ്രേക്ഷ എന്നൊരു അലങ്കാരമുണ്ട്. അതിൻ്റെ ലക്ഷണം ഇങ്ങനെയാണ്. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ, വേറൊരു വസ്തുവിൻ്റെ സ്വഭാവം പോലെ ഒരു വസ്തുവിന് സ്വഭാവമുള്ളത് കൊണ്ട് അതാണോ ഇത് എന്ന് സംശയം തോന്നും എന്ന് വർണ്ണിച്ചാൽ അത് ഉത്പ്രേക്ഷ.
പിഞ്ചു കുഞ്ഞിൻ്റെ പുഞ്ചിരി കണ്ടാൽ പാൽനിലാവാണോ എന്ന് തോന്നും. അപ്പോൾ കുട്ടിയുടെ ചിരി കാണുമ്പോൾ പാൽനിലാവിനെയാണ് ഓർമ്മ വരുന്നത്. അത് ചന്ദ്രിക, പൂർണ്ണചന്ദ്രൻ്റെ പ്രകാശം. അപ്പോൾ ഇതിനെയാണ് ഉത്പ്രേക്ഷ എന്ന് പറയുന്നത്. അതുപോലെ ഇയാൾ ഉത്പ്രേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സംശയിക്കണം, അതാണോ ഇതാണോ, ഇതായിരിക്കുമോ, അങ്ങനെ ആയിരിക്കുമോ, ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഏവം വിധാം ഹൃദി മനാ കലയാമിയാവത്, ഇങ്ങനെ ഞാൻ ശങ്കിച്ചു കൊണ്ടിരുന്നപ്പോൾ, സംശയിച്ചു ഇരുന്നപ്പോൾ താവത് പപാത സഹസാൻ അഭസോ വിവസ്വാൻ, സൂര്യമണ്ഡലമൊക്കെ മറഞ്ഞു, സൂര്യൻ കാണാതെയായി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ആ നിഴൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സൂര്യൻ ആകാശത്തിൽ നിന്ന് നക്ഷത്രവും മറ്റും കത്തി താഴേക്ക് പതിക്കുന്നത് പോലെ സൂര്യൻ ഭൂമിയിലേക്ക് പതിച്ചു. എത്ര ഭീകരമായ ദൃശ്യമായിരിക്കും അത്. നമ്മൾ ആകാശത്തിൽ വിദൂരതയിൽ 8.5 കോടി മൈൽ എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും അകലത്തുള്ള സൂര്യൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് തീ പിടിച്ചതുപോലെ ഭൂമിയിലേക്ക് പതിച്ചാൽ ഓടിയാൽ നിങ്ങൾ എവിടം വരെ ഓടും? സൂര്യനാണ് കത്തി ഭൂമിയിലേക്ക് വീഴുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭൂമി കുലുങ്ങുമ്പോൾ ഓടുന്നത് പോലെ തന്നെ ഒരു പ്രദേശം മുഴുവൻ ഭൂകമ്പം കൊണ്ട് കിടുകിട വിറയ്ക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് പരമാവധി കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത, ഒന്നും ഇടിഞ്ഞ് തലയിൽ കൂടെ വീഴാത്ത രീതിയിൽ തുറസായ ഒരു സ്ഥലത്തിൽ നിങ്ങൾക്ക് ഓടാം. അത്രയല്ലേ ചെയ്യാൻ പറ്റൂ. തുറസായ സ്ഥലം ഉൾപ്പെടെ എല്ലാം കിടന്നിങ്ങനെ ആടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഭൂകമ്പം വന്നാൽ ഓടിയിട്ടൊന്നും കഥയില്ല. പിന്നെ തുറസായ സ്ഥലത്ത് നിന്നാൽ കുറച്ചുകൂടെ സേഫാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ല കോൺക്രീറ്റ് സ്ലാബും കെട്ടിടങ്ങളുടെ ഇതൊന്നും തലയിൽ കൂടെ ഒന്നും വീഴത്തില്ലല്ലോ. ആ ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൂര്യൻ കത്തി ഭൂമിയിലേക്ക് വീണു. ഭൂമിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്നു എന്നർത്ഥം. നഭസോ വിവസ്വാൻ കൽപ്പാന്തവാദ പരിവൃത്ത പിതാമഹാണ്ഡ പൃഷ്ഠാവവാദ ഘനഘോഷജുഷാ ജവേന. കൽപ്പാന്തം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ അവസാനം, പ്രളയം, ലോകം അവസാനിക്കുന്ന കാലത്ത്. ഡൂംസ് ഡേ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഡൂംസ് ഡേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൾട്ടുകാരുണ്ട്. അതായത് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർക്കിങ്ങനെ തലയ്ക്ക് ഓളം അടിക്കുമ്പോൾ ഇങ്ങനെ വരുന്ന നവംബർ 25-ാം തീയതി ലോകം അവസാനിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന്. ലോകം അവസാനിക്കുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടി വരുമല്ലോ. അങ്ങനെയൊന്നും ലോകമൊന്നും അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല. ലോകം അവസാനിപ്പിക്കാൻ ഈ ഋഷിമാർ പഠിച്ച പണി 18 നോക്കിയിട്ട് ലോകം അവസാനിക്കുന്നില്ല. ആ ലോകമാണ് അത്ര പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവസാനിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും പേടിക്കണ്ട. പ്രളയം എന്നുള്ള വാക്കിന് ഈ ദൃശ്യങ്ങൾ ഒന്നാകെ അസ്തമിക്കുന്ന എന്നല്ല, വെള്ളത്തിനടിയിലാകുന്ന ഒരു കാലം, അതാണ് പ്രളയം എന്ന് പറയുന്നത്. അങ്ങനെയല്ല, പ്രകർഷേണയുള്ള ലയമാണ്. അതായത് നമ്മൾ ജാഗ്രതയിൽ പല ദൃശ്യങ്ങളെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ സുഷുപ്തിയിൽ എല്ലാം മറഞ്ഞുപോയി ഒന്നും അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നില്ലേ? ആ സുഷുപ്തിയെ തന്നെയാണ് പ്രളയം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ബാഹ്യലോകം ഒന്നടങ്കം എല്ലാം കൂടെ ഒരുമിച്ച് നശിക്കാനുള്ള സാധ്യത തീരെയില്ല എന്ന് ഞാൻ പറയില്ല, തീരെയില്ല എന്ന് പറയില്ല. പക്ഷേ അതല്ല ഉദ്ദേശിക്കുന്നത്. ഭൂമിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഓരോ ഭാഗം എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ലോകങ്ങൾ ഉണ്ടായിക്കൊണ്ടുമിരിക്കുന്നു. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നശിക്കുമെന്ന് കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് പേടി വരുന്നത്, അല്ലേ? എല്ലാം കൂടെ കാക്കാമുലയും അതിനപ്പുറത്തുള്ള ഭാഗങ്ങൾ മുഴുവൻ നശിക്കുമെന്ന് പറഞ്ഞാൽ പാപ്പനംകോടുകാരന് പേടിയില്ല. അങ്ങോട്ടുള്ളതല്ലേ. അല്ല, അവിടെ നമ്മുടെ അമ്മായിയപ്പം അവിടെയാണ്, അളിയൻ അവിടെയാണ്. അതൊക്കെ പോട്ടെ, ലോകം അവസാനിക്കാൻ അത് പോണേ. നമുക്ക് സ്വന്തം കാര്യ സിന്താവാൻ, എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു നാശനഷ്ടവും സംഭവിക്കരുത്. ഇതാണല്ലോ പൊതുവെ മനുഷ്യരുടെ വിചാരം. കൽപ്പാന്തത്തിൽ വീശുന്ന അതിശക്തമായ കാറ്റിൻ്റെ ചൂളം വിളി, കൊടുങ്കാറ്റടിക്കും ചുഴലിക്കാറ്റടിക്കും എന്നാണ് പറയുന്നത്. അതായത് പേമാരി ചുഴലിക്കാറ്റ്,
അതൊക്കെ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ടല്ലോ. അതേമാതിരി സംഭവിക്കാറുണ്ട്. വെള്ളപ്പൊക്കം, പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവുക, അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ കൽപ്പാന്തകാലത്തിൽ ശക്തിയായി വീശുന്ന കാറ്റുകൾ, ആ കാറ്റ് ആ കാറ്റും ആ സമയത്ത് വീശിയിരുന്നു. പിതാമഹാണ്ഡ പൃഷ്ഠം എന്ന് പറഞ്ഞാൽ പിതാമഹൻ ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അണ്ഡാകൃതിയിലുള്ള ബ്രഹ്മാണ്ഡം. അതുകൊണ്ടാണ് അതിന് ബ്രഹ്മ അണ്ഡം എന്ന് പറഞ്ഞത്. ബ്രഹ്മാവ് സൃഷ്ടിച്ച അണ്ഡം, മുട്ട. ആ മുട്ടയ്ക്ക് രണ്ട് ഭാഗമുണ്ട്, മുകൾ ഭാഗവും താഴെയുള്ള ഭാഗവും. ആ മുകൾ ഭാഗം മൊത്തമായിട്ട് അടർന്ന് താഴെ പതിക്കുകയാണോ എന്ന് തോന്നും. ഭീകരമായ ശബ്ദവും ഇരുട്ടും മുകളിൽ നിന്ന് എന്തൊക്കെയോ താഴേക്ക് വരുന്നത് പോലെയുള്ള കാഴ്ചയും എല്ലാം കണ്ട് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. യാവത് കൽപ്പാന്തവാദ പരിവൃത്ത പിതാമഹാണ്ഡ പൃഷ്ഠാവപാത ഘനഘോഷജുഷാ ജവേന. കിടുകിടാ ശബ്ദം, എന്തൊക്കെയോ ഭൂമി കുലുങ്ങുമ്പോഴൊരു ഒരു കടകടാന്നൊരു ശബ്ദം ഉണ്ടല്ലോ, ഭൂമിയുടെ ഉള്ളിൽ നിന്ന് കേൾക്കും. എന്തെങ്കിലും ഇടിഞ്ഞു വീഴുന്ന ശബ്ദമല്ല, ഭൂമിയുടെ ഉള്ളിൽ തന്നെ ആട്ടുകല്ലും മറ്റുമൊക്കെ ഇട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് നിരക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കത്തില്ലേ, അതുപോലെയുള്ളൊരു ശബ്ദം. അങ്ങനെ ഒരു ഭയങ്കരമായ ശബ്ദവും ആ സമയത്ത് കേൾക്കാൻ തുടങ്ങി. ഒന്നും വർണ്ണിക്കേണ്ട ഒരു കാര്യവുമില്ല, ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോവാം. പിന്നെ ഞാൻ വിചാരിച്ചു ശരി, എന്തായാലും എന്തിന് നമ്മൾ അതായിട്ട് ഒഴിവാക്കണം, പൂർണ്ണമായിക്കോട്ടെ. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാതെ വായിക്കുന്നത്. അഹമേവം വിധാം ചിന്താം യാവൻ മനാ കലയാമി. ഞാനിങ്ങനെ ഇതെന്താണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ താവത് സഹസാ നഭസഹ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആകാശത്തിൽ നിന്ന് വിവസ്വാൻ സൂര്യൻ കൽപ്പാന്തവാദൈഹി പരിവൃത്തസ്യ പരാവർത്തിതസ്യ പിതാമഹാണ്ഡപൃഷ്ഠസ്യ ബ്രഹ്മാണ്ഡോർധ്വകപാലസ്യ അപപാത ഇവ ഘനഘോഷവത ജവേന വേഗേന പപാത. ബ്രഹ്മാണ്ഡത്തിൻ്റെ മുകൾ ഭാഗം ഇടിഞ്ഞ് താഴെ വീഴുന്നത് പോലെ ഭീകരമായ ഒരു ശബ്ദത്തോടുകൂടി സൂര്യബിംബം താഴെ വീണു. സൂര്യൻ എപ്പോഴും മുകളിലാണ് കാണപ്പെടുക, ആകാശത്തിലാണ് അത് ദൃശ്യമാവുക. പിന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്നത് പോലെ ഭൂമിയിലുള്ളവർക്ക് തോന്നും. പക്ഷേ സൂര്യൻ ഇടിഞ്ഞ് താഴെ ഭൂമിയിലേക്ക് വീഴുന്നത് പോലെ ആരും ഇതുവരെ വീഴുന്നതായി കണ്ടിട്ടില്ല. ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം. തസ്മിൻ പതതി ഭീമാത്മന്യപാരാപാരദേഹിനി സപ്തദ്വീപാംബ സുമതീം പരിപൂരയതി ക്ഷണാത്. നീയുള്ളതൊക്കെ വർണ്ണനയാണ്. ഈ ഭീമാകാരമായ ആ ശരീരം താഴോട്ട് വീഴുമ്പോൾ തന്നെ അപാരാപാരദേഹിനി, ആ ശരീരത്തിൻ്റെ തുടക്കവും ഒടുക്കവും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതായത് എന്തോ ഭീമാകാരം ഒരു ശരീരം, അതിൻ്റെ കൈ എവിടെയാണ്, കാലെവിടെയാണ്, വയറെവിടെയാണ്, ഇതൊന്നും കാണാൻ അത്ര കണ്ട് ഭീമാകാരമായ ഒന്നാണ്. ഒരു ആന നമ്മുടെ കണ്ണിൻ്റെ തൊട്ട് മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആനയെ മൊത്തമായിട്ട് കാണാൻ പറ്റും. നമ്മുടെ വളരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശരീരത്തിൽ ഒരു ചെറിയൊരു ഭാഗം, ഒരു കറുത്ത ഭാഗം മാത്രം നമുക്ക് കാണാം. അപ്പോൾ ഒരു വസ്തുവിനെ നമുക്ക് പൂർണ്ണമായി കാണണമെങ്കിൽ അല്പം ദൂരെ നിന്ന് കാണും. അടുത്ത് വരുംതോറും വ്യക്തമാകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ മൊത്തമായ ഒരു പിക്ചർ കിട്ടണമെങ്കിൽ ദൂരെ നിന്ന് നോക്കിയാൽ അതിനെ പൂർണ്ണമായി കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ മുകളിൽ നിന്ന് ഈ ശരീരം ഭീമാകാരമായ ശരീരം പതിക്കുമ്പോൾ അതിന് എത്ര കണ്ട് വലിപ്പമുണ്ട് എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. സപ്തദ്വീപാം വസുമതീം പരിപൂരയതി ക്ഷണാത്. അതിങ്ങനെ താഴോട്ട് വരുംതോറും 7 ദ്വീപുകളോടുകൂടിയ എന്ന് പറഞ്ഞാൽ 7 ഖണ്ഡങ്ങളോടുകൂടിയ ഭൂമിയെ തന്നെ ക്ഷണനേരം കൊണ്ട് അത് ആവരണം ചെയ്തു. സ്വാത്മനോനാശമാശങ്ക്യ സദ്വീപഭുവനൈ സഹ അവശ്യഭാവി പാർശ്വസ്ഥമഹമഗ്നിമഥാവിശം. ഇങ്ങനെ ഇത് താഴേക്ക് വന്ന് ഭൂമിയെ ഏതാണ്ട്
ആവരണം ചെയ്യും എന്നുള്ള സ്ഥിതി ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എനിക്കെന്തെങ്കിലും നാശം സംഭവിക്കും എന്ന് വിചാരിച്ച് അപ്പോഴാണല്ലോ നമുക്കൊരു പ്രാണഭയം തോന്നുക. നമ്മുടെ പ്രാണൻ നഷ്ടമാകും എന്നൊരു ഭയം തോന്നിയിട്ട് ആത്മനാശം സംഭവിക്കും എന്ന് ശങ്കിച്ച് സദ്വീപ ഭുവനൈ സഹ, എന്തായാലും ഭൂമി മൊത്തം ഇല്ലാതാവും. കാരണം ഭൂമിയെ മുഴുവൻ ആവരണം ചെയ്തുകൊണ്ടാണ് ഇത് പതിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ കാര്യം തവിട് പൊടി, ഒന്നും ബാക്കിയുണ്ടാവില്ല. അപ്പോൾ ആ സർവനാശത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണം എന്ന ആഗ്രഹം തോന്നിയത് കൊണ്ട്, അത് ജീവികളുടെ ഇൻസ്റ്റിങ്ക്റ്റാണ്, സ്വാഭാവികമായതാണ്. നമുക്കെന്തെങ്കിലും ആപത്ത്, നമ്മുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ അസാധാരണമായ അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്യും. പണ്ടെങ്ങാണ്ട് ഞാൻ വായിച്ചതാണ്, ഒരു 10-12 വർഷമായിട്ട് വാതരോഗം ബാധിച്ച് എണീക്കാൻ പറ്റാതെ കിടപ്പിൽ കിടക്കുന്ന ഒരു രോഗി. അയാളുടെ വീടിന് തീ പിടിച്ചു. മുകളിൽ നിന്ന് തീ ഇങ്ങനെ പടർന്നു വരികയാണ്. 12 വർഷമായിട്ട് കിടക്കയിൽ നിന്ന് എണീക്കാത്ത ആളാണ്. തീ ഇങ്ങനെ പടർന്നു വരുന്നു. വീട്ടിൽ ആരുമില്ല. തന്നെ ഇപ്പോൾ ഈ തീ ആവരണം ചെയ്യും, താൻ കത്തിച്ചാമ്പലാകും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ഇയാൾ ഇറങ്ങി ഓടി വീട്ടിൻ്റെ പുറത്തേക്ക് പോയി. 12 വർഷം എണീക്കാൻ വയ്യാത്ത ആളെങ്ങനെയാണ് ജീവൻ രക്ഷിക്കണം? അപ്പോൾ ആ ശരീരം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദുർബലന് പോലും അസാമാന്യമായ ശക്തി വരും. ഒരാൾ നമ്മെ കൊല്ലാൻ വരുമ്പോൾ പറ്റിയ രീതിയിൽ 2 എണ്ണം കൊടുക്കും. ചിലപ്പോൾ അവൻ ആടി കൊണ്ട് തന്നെ അവൻ കറങ്ങി താഴെ വീണ അപ്പച്ചാവും. വിപതി ധൈര്യം എന്ന് പറയും. ആപത്ത് വിപത്തൊക്കെ വരുമ്പോൾ നമുക്ക് അസാമാന്യമായ ധൈര്യവും ഒരു ബലവും ഒക്കെ വരും. പക്ഷെ അങ്ങനെയുള്ളൊരു ചുറ്റുപാടുണ്ടാവണം. എന്നാലേ അത്, അല്ലാതെ നമുക്ക് അത് എങ്ങനെ ഇരിക്കുമെന്നൊന്നും ഭാവനയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ പ്രാണനെ രക്ഷിക്കണം എന്ന ഒരു ആഗ്രഹം തോന്നിയത്, ആഗ്രഹമല്ല ഉത്കടമായ ഒരു ആഗ്രഹം തോന്നിയത് കൊണ്ട് അവശ്യഭാവി പാർശ്വസ്ഥമഹം അഗ്നിമഥാവിശം, എൻ്റെ ഉപാസനാമൂർത്തിയായ അഗ്നിദേവൻ എൻ്റെ സമീപത്ത് തന്നെയുണ്ട്. ഞാൻ ആ അഗ്നിയുടെ ഉള്ളിൽ പ്രവേശിച്ചു. കാരണം ഇത് തലയിൽ കൂടെ വന്ന് ഈ ശവം വീണ് ചാവുന്നതിനേക്കാളും അടുത്തിരിക്കുന്ന എൻ്റെ ഉപാസനാമൂർത്തിയായ അഗ്നിയുടെ ഉള്ളിൽ പ്രവേശിക്കാമെന്ന് വിചാരിച്ച് അഗ്നിയുടെ ഉള്ളിൽ പ്രവേശിച്ചാലും ചാമ്പലാവും. പക്ഷെ ആ സമയത്ത് എനിക്ക് വേറൊന്നും ചെയ്യാൻ തോന്നിയില്ല. എൻ്റെ അടുത്ത് തന്നെ അഗ്നിദേവനുണ്ടായിരുന്നു. അഗ്നിയുടെ ഉള്ളിൽ ഞാൻ പ്രവേശിച്ചു. ഇത് വ്യാഖ്യാനം കൂടെ വായിക്കാം. തഥാ ത്വം കിമകാർഷീഹി തത്രാഹ, ഇങ്ങനെ ഈ ശവം മുകളിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ അങ്ങ് എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. അതിൻ്റെ മറുപടിയായിട്ടാണ് ഈ 2 ശ്ലോകങ്ങൾ പറയുന്നത്. ദ്വാഭ്യാം ഭീമാത്മനി ഭയാനക സ്വരൂപേ പുരുഷാകാരേ വസ്തുനി പതതി സതി, ഭീമാകാരമായ ഭയം ജനിപ്പിക്കുന്ന മനുഷ്യാകൃതിയിലുള്ള ഒരു വസ്തു മുകളിൽ നിന്ന് പതിക്കുന്നത് കണ്ടിട്ട് അഹം സ്വാത്മനഃ ശരീരസ്യ, എൻ്റെ ശരീരത്തെ രക്ഷിക്കാനുള്ള ഒരു വെമ്പൽ എനിക്കുണ്ടായി. തതുപമർദ്ദാത് അവശ്യഭാവി നാശമാശങ്ക്യ, ഈ സാധനം എങ്ങാനും എൻ്റെ തലയിൽ കൂടെ വന്ന് വീണ എൻ്റെ കഥ കഴിയും, ഞാൻ മരിച്ചു പോവും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തു ചെയ്തു? സ്വാത്മന ശരീരസ്യ തതുപമർദ്ദാത് അവശ്യഭാവി നാശമാശങ്ക്യ അഥ പാർശ്വസ്ഥം അഗ്നിം അവിശം ഇത് ദ്വയോരന്വയ, ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. എൻ്റെ ഉപാസനാമൂർത്തിയായ അഗ്നി അടുത്തുണ്ടായിരുന്നു. ഞാൻ ആ അഗ്നിയുടെ ഉള്ളിൽ പ്രവേശിച്ചു. ഇനി എന്ത് സംഭവിച്ചു എന്നുള്ളത് വായിക്കാം. സജാതവേദ ഭഗവാൻ ജന്മാന്തരശതാർച്ചിതഃ മാഭൈഷീരിതി ദേഹേന മാമുവാചേന്ദുശീതളഃ. ആ ജാതവേദസ് എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ഏതിൽ നിന്ന് ജനിച്ചുവോ അതാണ് ജാതവേദസ്. അഗ്നിയിൽ നിന്നാണ് വേദങ്ങൾ ജനിച്ചത് എന്നാണ്. അഗ്നിയാണ് വേദങ്ങളുടെ ഉറവിടം. അഗ്നി എന്നുള്ള വാക്ക് എപ്പോഴും ജ്ഞാനം, അറിവിനെ സൂചിപ്പിക്കും. അറിവിൽ നിന്നുണ്ടായവയാണ് വേദങ്ങൾ. വേദം എന്നുള്ള വാക്കിന് തന്നെ അറിവ് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അതീന്ദ്രിയമായ ഒരനുഭവമോ
അറിവോ അതിൽ നിന്ന് ഉണ്ടായവയാണ് വേദങ്ങൾ. ഇപ്പോൾ ഈ ജാതവേദസ് അഥവാ അഗ്നി, അദ്ദേഹം ഭഗവാനാണ്, ദേവനാണ്. അഗ്നിദേവൻ, ദേവന്മാരുടെ ഹവിർഭാഗം അതാത് ദേവന്മാർക്ക് കൊണ്ടെത്തിക്കുന്ന കുറിയർ ഏജൻ്റാണ് ഈ അഗ്നിദേവൻ. നമ്മൾ ഈ ഹവിസ്സും ഈ ഹോമദ്രവ്യവും എല്ലാം അഗ്നിയിലാണ് നിക്ഷേപിക്കുന്നത്. നമുക്ക് വായുദേവൻ്റെയോ ഇന്ദ്രൻ്റെയോ യമൻ്റെയോ വരുണൻ്റെയോ അഡ്രസ്സ് അറിയില്ല. നമ്മൾ ഈ അഗ്നിയാകുന്ന കൊറിയർ ഏജൻറ്റിൽ സമർപ്പിക്കും. ഇദ്ദേഹമാണ് അതാത് ദേവന് എത്തിച്ചേരേണ്ട ഹവിർഭാഗത്തെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത്. അപ്പോൾ ആ ഭഗവാനായ എന്ന് പറഞ്ഞാൽ ഈശ്വരതുല്യനായ അഗ്നി എൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. സ ജാതവേദ ഭഗവാൻ ജന്മാന്തര ശതാർച്ചിത. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എത്രമാത്രം ആരാധിച്ചിട്ടുള്ള ഒരു ദേവനാണ് ഈ അഗ്നി. എന്തൊക്കെ പൂജകളും എന്തൊക്കെ ഹോമങ്ങളും ഞാൻ ചെയ്തു, അതൊക്കെ പാഴായി പോകുമെന്ന് കരുതാൻ പറ്റുമോ എന്ന് വിചാരിച്ച് അദ്ദേഹം തന്നെ രക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് അഗ്നിയുടെ ഉള്ളിൽ പ്രവേശിച്ചത്. ജന്മാന്തര ശതാർച്ചിത, എൻ്റെ പൂർവ്വജന്മത്തിൽ നൂറുകണക്കിന് സന്ദർഭങ്ങളിൽ ഞാൻ ഈ അഗ്നിയെ ആരാധിച്ചിട്ടുണ്ട്, അർച്ചിച്ചിട്ടുണ്ട്, പൂജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അഗ്നിയുടെ ഉള്ളിൽ പ്രവേശിച്ചു. അങ്ങനെ അഗ്നിയുടെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ മാഭൈഷീരിതി ദേഹേന മാമുവാച ഇന്ദുശീതള. ഇത്രയും സംഭവിക്കുന്നതിനിടയ്ക്ക് ആ ശവം ഭൂമിയെ സ്പർശിച്ചു കഴിഞ്ഞു. ഞാൻ അഗ്നിയുടെ ഉള്ളിലും പ്രവേശിച്ചു. ഇപ്പോൾ ഈ അഗ്നി എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ശവത്തിൻ്റെ ഒരു ഭാഗം ഭേദിച്ചുകൊണ്ട് അഗ്നിയും വിഭശ്യത്തും പുറത്തേക്ക് വന്നു. ശവം വന്ന് വീണു മൂടി, പക്ഷെ അഗ്നി തീയല്ലേ, അത് കത്തിച്ച് അതിൻ്റെ ആ ശവത്തിൻ്റെ ഒരു ഭാഗം കത്തിച്ചിട്ട് ആ ദ്വാരത്തിലൂടെ ഈ വിഭശ്യത്തിനെയും കൊണ്ട് അഗ്നിദേവൻ പുറത്തേക്ക് വന്നു. വന്നിട്ട് അഗ്നിദേവൻ പറഞ്ഞു, മാ ഭൈഷീഹി, ഭയപ്പെടേണ്ട കുഞ്ഞേ, ഞാനുണ്ടാ നിനക്ക്. ഞാൻ ഉള്ളപ്പോൾ നീ എന്തിനു പേടിക്കണം? നിന്നെ ഞാൻ രക്ഷിക്കും. എന്നെ പൂജിച്ചവനല്ലേ, എന്നെ ഉപാസിച്ചവനല്ലേ. മാ ഭൈഷീഹി. സംസാര ദുഃഖങ്ങൾ കൊണ്ട് അവശനായി തളർന്ന് ഭയന്ന് ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഒരു ശിഷ്യൻ ഗുരുവിനെ ശരണം പ്രാപിക്കുമ്പോൾ ആ ഗുരുവും പറയുന്നത് ഇതേ വാക്കുകളാണ്. മാ ഭൈഷീഹി, ഭയപ്പെടേണ്ട കുഞ്ഞേ, ഞാനുണ്ട് നിന്നെ രക്ഷിക്കാൻ. വേറെ ആര് പറയും? അഭയം നൽകുന്നവനാണ് ഗുരു എന്ന് പറഞ്ഞാൽ ഭയന്നു പോയവൻ്റെ ഭയം മാറ്റുന്നവൻ. നീ ഭയപ്പെടേണ്ട, നിനക്ക് ഞാൻ അഭയം തന്നിരിക്കുന്നു. എൻ്റെ സന്നിധിയിൽ നിനക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. അതിനാണ് അഭയം നൽകുക എന്ന് പറയുന്നത്. അഭയസ്ഥാനം, അഗതിക്ക് ഗതിയായിട്ടുള്ളവൻ, അഭയസ്ഥാനമായിട്ടുള്ളവൻ. അങ്ങനെ ആ അഗ്നിദേവൻ എന്നെ ആശ്വസിപ്പിച്ചു, കുഞ്ഞെ ഭയപ്പെടേണ്ട. മാമുവാച ഇന്ദുശീതളഹ, ചന്ദ്രനെ പോലെ കുളിർമയുള്ളവനായിരുന്നു അഗ്നിദേവൻ. ഞാൻ അഗ്നിയുടെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ വേറൊന്നും ഓർത്തില്ല. പക്ഷെ ആ അഗ്നിദേവൻ്റെ കാരുണ്യം കൊണ്ട് ചന്ദനം പോലെയോ നിലാവ് പോലെയോ കുളിർമയോടുകൂടിയവനായി തീർന്നു ആ അഗ്നിദേവൻ. എന്ന് പറഞ്ഞാൽ എനിക്ക് അല്പം പോലും ചൂട് അനുഭവപ്പെട്ടില്ല. അഗ്നിയുടെ ഉള്ളിലാണ് പ്രവേശിച്ചത്. അപ്പം അഗ്നിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചൂടിനെ ഇല്ലാതാക്കി തണുപ്പിക്കാനും പറ്റും, ചുട്ടു വഴിപ്പിക്കാനും പറ്റും, രണ്ടിനും പറ്റും. വൈദ്യുതി പോലെ, വൈദ്യുതി കൊണ്ട് ഹീറ്ററിൽ വൈദ്യുതി പ്രവേശിക്കുമ്പോൾ വെള്ളം ചൂടാവും. അതേ വൈദ്യുതി റെഫ്രിജറേറ്ററിലേക്ക് കടക്കുമ്പോൾ ഐസ് ഉണ്ടാവും, തണുപ്പുണ്ടാവും. ഇത് എങ്ങനെ എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല, ഇത് സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വൈദ്യുതിക്ക് ചൂടുണ്ടാക്കാനും തണുപ്പിക്കാനുമുള്ള കഴിവുണ്ട്. അതുപോലെ രണ്ട് ശക്തിവിശേഷങ്ങൾ അഗ്നിദേവന് ഉണ്ടായിരുന്നു എന്ന് കരുതിക്കൊള്ളുക, അത്രയേ ഉള്ളൂ. തഥാത്വം അത് വായിച്ചു. സ ഭഗവാൻ ജന്മാന്തര ശതാർച്ചിത ജാതവേദ ഇന്ദുശീതള സന്നെ മാ ഭൈഷീരിത്യാഹ. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുഞ്ഞെ ഭയപ്പെടേണ്ട, പേടിക്കാനൊന്നുമില്ല, ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്, എല്ലാം നേരെയാകുമെന്ന് മാത്രം പറഞ്ഞില്ല.
എല്ലാം നേരെയാകുമെന്ന് പറഞ്ഞില്ല. ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്, ജനങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണല്ലോ പറയുന്നത്, ഇല്ലേ? അങ്ങനെ എന്നെ അദ്ദേഹം അഗ്നിദേവൻ സമാശ്വസിപ്പിച്ചു. ജയദേവത്വമസ്മാകം പ്രതിജന്മപരായണം അകാലയേവ കൽപ്പാന്തോ ജാതോതഃ പാഹി മാം പ്രഭോ. ഞാൻ വല്ലാതെ ഭയചകിതനായി അഗ്നിദേവനോട് അപേക്ഷിച്ചു, അല്ലയോ അഗ്നിദേവ, അങ്ങ് ജയിച്ചാലും ത്വമസ്മാകം പ്രതിജന്മപരായണം, ഓരോ ജന്മവും ഞാൻ അങ്ങയെയാണ് ആരാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിൽ പല ജന്മങ്ങളായി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങാണ് എനിക്ക് അഭയസ്ഥാനം. അകാലയേവ കൽപ്പാന്ത, കൽപ്പാന്തം പ്രളയം, അകാലത്തിൽ പ്രളയം വന്നുവോ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചനാശം അല്ലെങ്കിൽ ലോകനാശം സംഭവിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഭൂമി നശിക്കാനുള്ള സമയം ആവുന്നതിന് മുമ്പേ, നേരത്തെ ഇടവപ്പാതി നേരത്തെ എത്തി എന്ന് പറയുന്നത് പോലെ കൽപ്പാന്തം നേരത്തെ സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അതഹ പാഹി മാം പ്രഭോ, അതുകൊണ്ട് അല്ലയോ ദേവ, എന്നെ രക്ഷിച്ചാലും എന്ന് ഞാൻ അഗ്നിദേവനോട് പ്രാർത്ഥിച്ചു. തദാനീം സ്വകൃതാം അഗ്നിപ്രാർത്ഥനാമഹ. ഇങ്ങനെ അഗ്നിയോട് ഞാൻ അഭ്യർത്ഥിച്ചപ്പോൾ അഗ്നിദേവൻ എന്തു പറഞ്ഞു? ഇത്യുക്തേനാഗ്നിനാ പ്രോക്തം മാ ഭൈഷീരിതി തത്പുനഃ ഉത്തിഷ്ഠാഗച്ഛാവോ മല്ലോകമിതി ചാനഘ. ഞാൻ അഗ്നിദേവനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരിക്കൽ കൂടി എന്നെ ആശ്വസിപ്പിച്ചു. പേടിക്കണ്ട, ഭയപ്പെടേണ്ട, ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇവിടെ എന്ന് ഒരിക്കൽ കൂടി എന്നെ ആശ്വസിപ്പിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണ്? ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ, തളർന്നു പോകാതെ എഴുന്നേൽക്കൂ. ആഗച്ഛ, എന്നോടൊപ്പം വരൂ. ഗച്ഛാവഹ, നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാം. എവിടെ? എൻ്റെ ലോകത്തിലേക്ക്, അഗ്നിലോകം. അവിടെ ഈ ശവങ്കമൊന്നുമില്ല, എല്ലാത്തിനും ഞാൻ കത്തിച്ച് ചാമ്പലാക്കി ഇട്ടേക്കാണ്. അവിടെ എവിടെ നോക്കിയാലും അഗ്നിയാണ്, വളരെ സേഫാണ്. അതുകൊണ്ട് എന്താ, കത്തിക്കഴിഞ്ഞാൽ സേഫാവും. ഈ ശരീരമേ കത്തിക്കഴിഞ്ഞാൽ സേഫാണ് നമ്മൾ. അപ്പോൾ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ 100 കൂട്ടം വ്യാധികൾ, പലതരം ദുഃഖങ്ങൾ, വേദനകൾ, ഇതെല്ലാം ശരീരം ഉള്ളതുകൊണ്ടാണല്ലോ. ഇതൊന്ന് കത്തി തീർന്നാൽ, ഒരു പിടി ചാരമായി മാറിയാൽ സന്തോഷം, എവിടെ നോക്കിയാലും ആനന്ദം അനുഭവിക്കാൻ തോന്നുന്നില്ല. അതൊന്നും എത്രയും പെട്ടെന്ന് അനുഭവിക്കണമെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും ഒരു ചിരിയും ഭയം കലർന്ന ചിരിയാണ്. ഒരു മനസ്സ് ഉള്ളു തുറന്നുള്ള ചിരി ഞാൻ കാണുന്നില്ല. കത്തി ചാമ്പലാകണം പോലെ ഇയാൾ ശരീരം കത്തി ചാമ്പലാകാൻ സമ്മതിക്കുമോ എന്നായിരിക്കും. ചോദിച്ചില്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും മനസ്സിൽ. ശരീരം ദുഃഖമാണ്. ശരീരമില്ലാത്ത അവസ്ഥയും ദുഃഖമാണ്. കാരണം സുഖങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയും ദുഃഖം, അവിടെയും സുഖം, ഇവിടെയും സുഖം എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഈ ലെറ്റർ കൊണ്ട് കൊടുക്കാൻ എനിക്കെന്താ അസുഖം വല്ലതും ഉണ്ടോ എന്ന് പോസ്റ്റ്മാൻ വിചാരിച്ചതുപോലെ ലെറ്റർ എടുത്തു. പണ്ട് ഈ പോസ്റ്റ് കാർഡാണല്ലോ കൂടുതൽ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കെട്ട് പോസ്റ്റ് കാർഡ്, ഒരു 100-150 കാർഡ്. ഇതൊക്കെ ഓരോരുത്തരുടെയും വീട്ടിൽ കൊണ്ട് കൊടുക്കാം. അയാൾക്ക് തലയ്ക്ക് അസുഖം വല്ലതുണ്ട്. അതുകൊണ്ട് പണ്ട് പോസ്റ്റ്മാൻ ഏതെങ്കിലും കലിങ്കിൻ്റെ പുറത്ത് വന്നിരിക്കും, എൻ്റെ കൈവരി പോലെയുള്ള അവിടെ വന്നിരിക്കും, ഒരു ലെറ്റർ അല്ല കാർഡ് എടുക്കും. ഇവിടെ എല്ലാവർക്കും സുഖം, അവിടെയും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു. ഷെടാ, അവിടെ സുഖം, ഇവിടെ സുഖം, പിന്നെ ഈ കാർഡ് കൊണ്ട് കൊടുക്കാം, എനിക്കെന്താ വല്ല തലയ്ക്ക് അസുഖം വല്ലതും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് 2-4 ആയിട്ട് കീറിയെടുത്ത് ആ കലിങ്കിലൂടെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഒഴുകി വിടും. അടുത്ത കാർഡ് എടുക്കും, അവിടെ ഇത് തന്നെ. പിന്നെ കുഞ്ഞ് ജനിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചുപോയി, ഇങ്ങനെയുള്ള മരണവാർത്ത, ജന്മവാർത്ത, ഇത് മാത്രം അയാൾ അതാത് വീടുകളിൽ കൊണ്ടുചെന്ന് കൊടുക്കും. പിന്നെ ഇപ്പോഴും കാർഡുമില്ല, ഇൻലൻഡുമില്ല. ഉണ്ട്, പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ കിട്ടും, ആരും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ വാട്സപ്പ് ഉണ്ടല്ലോ, മെസ്സേജ് അയച്ചാൽ മതിയല്ലോ, ഫോണിൽ നേരിട്ട് സംസാരിക്കാമല്ലോ. മറ്റേത് കത്ത് കിട്ടിയോ ഇല്ലയോ, കത്ത് കിട്ടി എന്നുള്ളതിന് ഒരാൾ എഴുതിയത് കുത്ത് കിട്ടി എന്നാണ് എഴുതിയത്. നേരെ 1ാം ക്ലാസ്സിൽ നേരെ അക്ഷരം പഠിച്ചിട്ടില്ല. അപ്പോൾ അയാൾ മറുപടി അയച്ചാണ് കുത്ത് കിട്ടിയെന്ന്.
അപ്പോൾ നമുക്ക് എൻ്റെ ലോകത്തിലേക്ക് പോകാമെന്നാണ് അഗ്നിദേവൻ എന്നോട് പറഞ്ഞത്. ഉത്തിഷ്ഠാഗച്ഛ ഗച്ഛാവോ മല്ലോകമിതി ചാനക, എൻ്റെ ലോകത്തിലേക്ക് പോകാം, അല്ലയോ പാപമില്ലാത്ത വിവശ്യത്തെ എന്ന് പറഞ്ഞു. ഹേ അനഘ, മല്ലോകം അഗ്നിലോകം ഗച്ഛാവഹ ത്വമാഗച്ഛ ഇതിജ പ്രോക്തം. നമ്മൾ രണ്ടുപേരുമായിട്ട് എൻ്റെ ലോകത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഒരു ശ്ലോകം കൂടെ വായിച്ചിട്ട് നിർത്തിയേക്കാം. ഇത്യുക്ത്വാ ശുകപൃഷ്ഠേ സാവാരോപ്യ ഭഗവാംസ്തതഃ ദേഹൈകദേശേ തത്പാതിഭൂതം ദഗ്ധ്വാ നഭഃപ്ലുതഃ. ഈ ശവം വന്ന് വീണപ്പോൾ ശവം ഈ വിവശ്യത്തിൻ്റെ പുറത്തൂടെ വന്ന് വീണു. അപ്പോഴാണ് ഇദ്ദേഹം അഗ്നിയുടെ ഉള്ളിൽ പ്രവേശിച്ചത്. ആ അഗ്നി ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ ശവത്തിൻ്റെ ഒരു ഭാഗം ഭേദിച്ച് ആ മുകളിൽ നിന്ന് താഴേക്ക് വീണ ശവത്തിനെന്ന് പറഞ്ഞാൽ കത്തിച്ച്, അവിടെയുള്ള ആ മാംസത്തെ കത്തിച്ച് അഗ്നിദേവനും വിവശ്യത്തുമായി പുറത്തേക്ക് വന്നു. ദഗ്ധ്വ, അങ്ങനെ പുറത്ത് വന്നിട്ട് ദേഹൈകദേശേ തത്പാതി ഭൂതം ദഗ്ധ്വ, ആ വലിയ ശവത്തെ അതിൻ്റെ കുറേ ഭാഗത്തെ കത്തിച്ച് കളഞ്ഞിട്ട് ഞാനും അഗ്നിദേവനും ആകാശത്തിലേക്ക് പറന്നുയർന്നു. എന്തിന്? അഗ്നിയുടെ ലോകത്തിലേക്ക് പോകാൻ. നമുക്ക് അവിടെ നിർത്താം. ഇനി അഗ്നിലോകത്തെക്കുറിച്ചുള്ള വർണ്ണനയല്ല. ഇവരങ്ങ് മുകളിൽ ചെന്നിട്ട് ഈ ശവം ഇത് താഴേക്ക് വീഴുമ്പോൾ ഭൂമിയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. പർവ്വതങ്ങളെല്ലാം വിറച്ചു, ഭൂമി വിണ്ടുകീറി, വലിയ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു, നദികളുടെ ദിശ മാറി, എല്ലായിടത്തും കടൽ കയറി, എല്ലാ ജീവികളും നശിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ദീർഘമായ വർണ്ണനയുണ്ട്. അത് നമുക്ക് വായിക്കണമെങ്കിൽ വായിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്തായാലും ഞാൻ രണ്ടിനും തയ്യാറാണ്. അപ്പം നമുക്ക് നാളെ കാണാം.